കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പുതല പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമേന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘം അന്വേഷിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ കിട്ടുമായിരുന്നൊരു വിഷയമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സമർത്ഥമായ അന്വേഷണത്തിലൂടെ 3 മണിക്കൂറിനുള്ളിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് സുരക്ഷാ യോഗം വിളിച്ചു ചേർത്ത് ചീഫ് സെക്രട്ടറി, DGP, ജയിൽ മേധാവി അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട്, ജയിലുകളിലെ സുരക്ഷ ശക്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തീരുമാനങ്ങൾ ഇന്നത്തെ യോഗം കൈക്കൊണ്ടിട്ടുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനമാണ് ഒരു പുതിയ സെൻട്രൽ ജയിൽ കൂടി വരുന്നത്. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ? അതുതന്നെയാണ് സിജു. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള എല്ലാ നീക്കവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട എല്ലാവിധ നടപടികളും ഇതിനോടകം തന്നെ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. നിലവിൽ ഈ ജയിൽ തടവുകാരൻ ചാടിപ്പോയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളൊക്കെയും തന്നെ നടന്നു വരികയാണ്. അതിന് പുറമെയാണ് പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സമഗ്രമായ പ്രത്യേക അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയത് മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായരും അതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്താനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ഈ ജയിൽ ചാടിയ സംഭവം അതീവ ഗൗരവമുള്ള കാര്യം ആണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകണം, അതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതിനായി 2 പേരെ നിയോഗിക്കുന്ന ഒരു തീരുമാനവുമാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജയിലുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ഇന്ന് ചർച്ചയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളും ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന രീതിയിലുള്ള ഇന്റലിജന്റ് CCTV 4 പ്രധാന ജയിലുകളിലും സ്ഥാപിക്കേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ സ്ഥാപിക്കണം. ഇതിനായുള്ള അടിയന്തര നടപടി ഉടൻ തന്നെ തുടങ്ങണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഒരു ജയിലിൽ 5 വർഷം പൂർത്തിയാക്കുന്ന പ്രതിയെ മറ്റിടത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ജയിലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജയിൽ പുള്ളികളുടെ എണ്ണം കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു സെൻട്രൽ ജയിൽ തുടങ്ങാനുള്ള ഒരു നീക്കവും സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിനായുള്ള സ്ഥലം ഒക്കെയും തന്നെ കണ്ടുവരികയാണ്. കോട്ടയം, പത്തനംതിട്ട മേഖലകളിലാണ് സ്ഥലം കണ്ടെത്താനുള്ള ഒരു നീക്കം നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ നടക്കുന്ന അന്വേഷണം അതിവേഗം തന്നെ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മനസ്സ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മതിലിന് മുകളിൽ വൈദ്യുതി ഫെൻസിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഗോവിന്ദച്ചാമി ചാടുന്ന സമയത്ത് വൈദ്യുതി ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം തകരാറിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടും ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലായിടത്തും ഈ വൈദ്യുതി ഫെൻസിങ് കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതുതന്നെയാണ്, എല്ലായിടത്തും വൈദ്യുതി ഫെൻസിംഗ് കാര്യക്ഷമമാക്കണം എന്ന് തന്നെയാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രധാനമായും കൈക്കൊണ്ട തീരുമാനം എന്ന് പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം തടവുകാരൻ ഗോവിന്ദച്ചാമി ചാടിപ്പോകാനുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ കാര്യക്ഷമത വലിയ രീതിയിൽ ചർച്ചയായതും കാര്യക്ഷമത ഇല്ല എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ ജയിലുകളിലെയും വൈദ്യുതി ഫെൻസിംഗ് ഉടൻ തന്നെ കാര്യക്ഷമമാക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർ നടപടി എന്ന വണ്ണം ഇതിനായുള്ള നീക്കങ്ങൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നും തന്നെയാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ദീർഘവീക്ഷണം നൽകുന്ന CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ ജയിലുകളിൽ സ്ഥാപിക്കണം അല്ലെങ്കിൽ ജയിലുകളിൽ കാര്യക്ഷമമാക്കണം എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജയിൽ പുള്ളികൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല 5 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഏറെ വർഷങ്ങളായി തുടരുന്ന ജയിൽ പുള്ളികൾക്ക് ഈ ഒരു ജയിലിൻ്റെ സ്ഥിതിഗതികളൊക്കെയും തന്നെ മനസ്സിലാക്കിയത് ചാടിപ്പോകാനുള്ള ഒരു
രീതിയിലേക്കൊക്കെയും കടക്കുന്ന ഒരു രീതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു വ്യക്തത, അതായത് ഈ ജയിൽ ജീവനക്കാരുടെ ഒരു സർവീസ് സംബന്ധിച്ച് 5 വർഷത്തിൽ കൂടുതൽ ഒരു ജയിലിൽ ചെലവഴിക്കുന്ന ഒരു സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരെ മറ്റ് ജയിലുകളിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 5 വർഷത്തിൽ കൂടുതൽ ഒരു ജീവനക്കാരൻ ഒരു ജയിലിൽ ജോലി എടുക്കേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതുതന്നെയാണ് സിജു. 5 വർഷത്തിൽ കൂടുതൽ ഒരു ജീവനക്കാരൻ ജയിലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ജയിലിൽ തുടരേണ്ട ആവശ്യമില്ല. മറ്റ് ജയിലുകളിലേക്ക് ഇവരെ മാറ്റും എന്ന തീരുമാനം തന്നെയാണ് ഈ ഒരു യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അതായത് അത് നടപ്പാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. 5 വർഷം ആ ഒരു ജയിലിനകത്ത് തുടർന്നു കഴിഞ്ഞാൽ അതിനുശേഷം, അതായത് 5 വർഷത്തിന് ശേഷം മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ തന്നെയാണ് തീരുമാനം. ശരി മാനസ.